അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖം തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് തബാറക സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ അഥവാ മുൽക്ക് സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ. നമ്മളെല്ലാ രാത്രിയിലും തബാറക സൂറത്ത് പാരായണം ചെയ്യും. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ഒന്നുകിൽ സുബഹിക്ക് അല്ലെങ്കിൽ മഗ്‌രിബിന്. ഈ തബാറക സൂറത്ത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നവർക്ക് അത് നിമിത്തമായി ഖബർ ശിക്ഷ അല്ലാഹു തആല തടഞ്ഞു വെക്കുന്നതാണ്. പിന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ ലൈലത്തുൽ ഖദറിനെ ജീവിച്ചവരെ പോലെയായി എന്നും പറയുന്നുണ്ട്. ദിവസവും രാത്രി തബാറക സൂറത്ത് പാരായണം ചെയ്യുന്നവർ ഫിത്നക്കാർ ഉപദ്രവിക്കില്ല. അൽഹംദുലില്ലാഹ്, അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. മേൽപ്പറയപ്പെട്ട സൂറത്തുകളെല്ലാം തന്നെ കണക്കില്ലാത്ത പ്രതിഫലങ്ങളെക്കുറിച്ച് എണ്ണമറ്റ ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ തബാറക സൂറത്ത് നിത്യവും ഒന്ന് വെള്ളിയാഴ്ച മുതൽ എന്താ പറയുക, ഖബർ ശിക്ഷ അനുഭവിക്കുന്നവർക്കെല്ലാം ഭയങ്കര അദാബ് കുറക്കുന്ന പറയുന്നത്. ഈ തബാറക സൂറത്ത് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടപ്പെട്ടവർ തബാറക സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ ഖബർ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അദാബ് കുറയും. നമ്മളും ഖബർ ശിക്ഷ ഇന്നല്ലേ നാളെ നമ്മളും മരണപ്പെടും. അപ്പം നമുക്കുള്ള ഇത് കുറയുന്ന പറയുന്നത്. പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ തബാറക സൂറത്ത് അഥവാ മുൽക്ക് സൂറത്ത് നല്ലതാണ്. ഇത് പാരായണം ചെയ്യുന്നവരെ ഖബർ ശിക്ഷയിൽ നിന്ന് തടഞ്ഞു വെക്കും. പാരായണം ചെയ്യുന്നവർ ലൈലത്തുൽ ഖദറിന് ജീവിച്ചവരെ പോലെയായി. ദിവസവും രാത്രി ഓതിയാൽ ഫിത്ന വരില്ല. ചെങ്കണ്ണ് രോഗത്തിന് തുടർച്ചയായി 3 ദിവസം ഓതിയാൽ, അഥവാ ചെങ്കണ്ണ് നമ്മളെ കണ്ണിന് പോളക്കുരു അങ്ങനെയെല്ലാം ഉള്ളവർക്ക് ദിവസവും തുടർച്ചയായി 3 ദിവസം ഓതിയാൽ എന്താ പറയുക, നമ്മളെ കണ്ണിന് വരുന്ന അസുഖങ്ങൾ. പിന്നെ ഖുർആൻ നോക്കിയാൽ തന്നെ, ഖുർആൻ നോക്കി ഓതുന്നവർക്ക് തന്നെ കണ്ണിനൊരു അസുഖവും വരില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, അതിനെല്ലാം ഈ ഖുർആൻ ഓതുന്നവർക്ക് മിക്കപ്പോഴും ഒരു അസുഖം ഉണ്ടാവൂലേ. ഖുർആൻ നോക്കി ഓതുന്നവർക്ക് കണ്ണിനുള്ള കാഴ്ച അല്ലാഹു തആല ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഖുർആനല്ലേ നോക്കുന്നത്. പിന്നെ ഇത് പാരായണം ചെയ്യുന്നവർ പരലോകത്ത് ശുപാർശ ചെയ്യപ്പെടും. തബാറക എല്ലാ വിശ്വാസികളുടെയും കൽബിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് തഖ്ദീറത്തുൽ ഖുർത്തുബി എന്ന റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വല്ലവനും ദീനിനെ രാത്രി തബാറക ഓതിയാൽ അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷിക്കും. ഖുർആനിൽ 30 വാക്യങ്ങൾ മാത്രമുള്ള ഒരധ്യായമുണ്ട്. അത് ഓതുന്നവനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. അയാൾ സ്വർഗത്തിലെത്തുവോളം. അത് തബാറക സൂറത്താണ് അഥവാ മുൽക്ക് സൂറത്താണ്. അത് രക്ഷപ്പെടുത്തുന്നവനും വാദിക്കുന്നവനുമാണ്. ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ മുന്നിൽ അത് ഓതുന്നവന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. വെച്ചാൽ നമ്മളെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ഈ സൂറത്ത് നിത്യേന വാദിക്കും. എന്നെ ദിവസം ഓതുന്നതാണ് തബാറക സൂറത്ത് പറയുക. അള്ളാഹിനോട് പറയുക, എന്നെ ദിവസം ഓതുന്നതാണ്, ഇത് ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തതാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്നും അദാബിൽ നിന്നും എല്ലാം നമ്മളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. പിന്നെ സൂറത്തുൽ മുൽക്ക് 30 ആയത്തും 313 വാക്കുകളും 1321 അക്ഷരങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ സൂറത്ത് മുൻജിയ അഥവാ രക്ഷകൻ എന്ന പേരിലും, തൗറാത്തിൽ ഇതിൻ്റെ പേര് മാനിഅത്ത് എന്നും, ഇഞ്ചീലിൽ വാക്കിയത്ത് കാവലാൾ എന്നുമാണ്. യാസീൻ സൂറത്തിൻ്റെ പൊരുൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അവസാന ഭാഗത്താണ്. സൂറത്തുൽ മുൽക്കിലെ പൊരുളുകൾ അതിൻ്റെ ആദ്യ ഭാഗത്താണുള്ളത്. വല്ലവനും സൂറത്തുൽ മുൽക്ക് ഓതിയാൽ പതിവാക്കിയാൽ അതിൽ വിവരിച്ച സദ്ഗുണങ്ങളെല്ലാം അയാളിൽ സമ്മേളിക്കും. ഉയർന്ന പദവികളും മഹത്തായ മർത്തബകളും ലഭിക്കും. സമ്പത്തും അധികാരവുമെല്ലാം കൈവരിക്കും. എല്ലാവർക്കും അയാൾ പ്രിയങ്കരനാവും. അൽഹംദുലില്ലാഹ്, നമുക്കെല്ലാവർക്കും നിത്യവും മുൽക്ക് സൂറത്ത് അഥവാ തബാറക സൂറത്ത് പതിവാക്കാം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. തെറ്റുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലിടണേ. എല്ലാവരുടെയും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും ഷെയറുമാണ് എൻ്റെ വിജയം. നിങ്ങൾ എന്നെ കൂട്ടിച്ചേർക്കണമേ.
നാളെ എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന വിധത്തിൽ പറഞ്ഞു തരാൻ കഴിയണേന്നാണ് ഞാനും കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് നമുക്കറിയുന്ന അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ആദ്യം പറയുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.